എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. കാർഷിക വിള ഇൻഷുറൻസ് ഫസൽ ബീമ യോജന വെബ്സൈറ്റ് വഴി എങ്ങനെ ചെയ്യാമെന്നാണ് ഇവിടെ നോക്കുന്നത്. PMFBY പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന എന്നും ഇത് അറിയപ്പെടും. കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് എന്ന വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം ഇതുവഴി നമുക്ക് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ഏതാണ്ട് 35-ലധികം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ നൂറുകണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. PMFBYയുടെ ഓൺലൈൻ പ്രോസസ്സ് കുറച്ച് ശ്രമകരമാണ്. നിരന്തരം ആൾക്കാർ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശ്രമം നടത്തുകയാണ്. ഇതിനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൽ പ്രവേശിച്ചാൽ ഇവിടെ കുറച്ച് ലിങ്കുകളുണ്ട്. ഈ ലിങ്കുകളൊക്കെ ഫ്ലാഷ് ചെയ്ത് മാറിക്കൊണ്ടിരിക്കും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് ആവശ്യമുള്ള ലിങ്കുകൾ അവിടെ തന്നെ വരും. നമ്മൾ ആദ്യം ഇവിടെ നോക്കുന്നത് ഇൻഷുറൻസ് പ്രീമിയം കാൽക്കുലേറ്റർ എന്നവിടെ കാണാം. അവിടെ പ്രസ് ചെയ്ത് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ നമ്മൾ ആദ്യം സീസണാണ് സെലക്ട് ചെയ്യേണ്ടുന്നത്. ഇവിടെ ഖാരിഫ് എന്നും റാബി എന്നും 2 സീസണുകൾ കാണാം. ഇതിലൊരു സീസണിൽ മാത്രമേ ഏതെങ്കിലും ഒരു സീസണിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അത് അപ്ലൈ ചെയ്യുന്ന ലിങ്ക് വഴി പ്രവേശിച്ച് ചെല്ലുമ്പോൾ നമുക്കത് അവിടെ കാണുവാൻ സാധിക്കും. ഇപ്പോൾ ഖാരിഫിൻ്റെ സീസണാണ്. നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് ഏതാണോ സീസൺ അതനുസരിച്ച് സീസൺ തിരഞ്ഞെടുത്ത് കൊടുത്ത് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഇയറാണ് കൊടുക്കേണ്ടുന്നത്. ഇപ്പോൾ 2026 ഞാനിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം സ്കീം, ഇവിടെ 2 സ്കീമുകൾ നമുക്ക് കാണാം. പ്രധാൻ മന്ത്രി ഫസൽ ബീമ യോജന എന്നും വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം, അങ്ങനെ 2 സ്കീമുകളാണുള്ളത്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് ആണ്. അതുകൊണ്ട് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് തിരഞ്ഞെടുത്താൽ മതിയാകും. പക്ഷേ PMFBYയുടെ വളരെ കുറച്ച് വിളകൾ കണ്ടേ അതിനകത്തുള്ളൂ എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. അതിനുശേഷം സ്റ്റേറ്റാണ് തിരഞ്ഞെടുക്കേണ്ടുന്നത്. ഇവിടെ നമ്മൾ എല്ലാ സീസണിലും എല്ലായ്പ്പോഴും ഈ നമ്മുടെ സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വരണമെന്നില്ല. ആ ഇൻഷുറൻസ് അനുവദിക്കുന്ന കാലയളവിൽ മാത്രമേ നമ്മൾ സ്റ്റേറ്റ് അവിടെ പ്രത്യക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ സ്റ്റേറ്റ് എപ്പോഴും കാണിക്കും. അതിനുശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം ക്രോപ്പ് നമ്മൾ സെലക്ട് ചെയ്യണം. ഇവിടെ കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ക്രോപ്പ് ഒരുപോലെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ എല്ലാ ക്രോപ്പും എല്ലാ ഡിസ്ട്രിക്റ്റിലും ലഭ്യമാകത്തില്ല എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് ബനാന, അതേപോലെ തന്നെ പാടി, നെല്ല്, അങ്ങനെ ജിഞ്ചർ തുടങ്ങിയ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് തിരഞ്ഞെടുത്ത് കൊടുത്ത് തൊട്ട് താഴെ ഏരിയ ഹെക്ടറിലാണ് കൊടുക്കേണ്ടുന്നത്. ഒരു ഏക്കറിന് 0.40 എന്ന് പറയുന്നതാണ് 1 ഏക്കർ. അതനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. തുടർന്ന് ചെക്ക് പ്രീമിയത്തിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ പ്രീമിയം വരും. അവിടെ സമ്മർഷ്യഡ് എത്രയാണെന്നും ഫാർമർ ഷെയർ എത്രയാണെന്നും ആക്ച്വൽ റേറ്റ് എത്രയാണെന്നും കട്ട് ഓഫ് ഡേറ്റുകൾ ഏതൊക്കെയാണെന്നും ഒക്കെ ഇവിടെ വ്യക്തമായി കാണിച്ചിട്ടുണ്ടായിരിക്കും. കട്ട് ഓഫ് ഡേറ്റ് എന്ന ലാസ്റ്റ് ഡേറ്റാണ്. CSC ലാസ്റ്റ് ഡേറ്റ്. ബാങ്കിൻ്റെ ഡേറ്റ് ഉണ്ട്. എയ്ഡ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റർമീഡിയറി ആപ്പാണ്. ഏജൻസിനൊക്കെ വർക്ക് ചെയ്യാനുള്ള ആപ്പാണ്. പബ്ലിക്കിന് അതിൽ നേരിട്ട് ചെയ്യാൻ സാധിക്കില്ല. ഉദാഹരണത്തിന് VFCK വിപണിക്കൊക്കെ ഈ ഒരു എയ്ഡ് ആപ്പ് വഴിയാണ് അവരത് ചെയ്യുന്നത്. കേരളത്തിൽ പ്രധാനമായിട്ടും നെല്ല്, പാടി എന്നറിയപ്പെടും. അതേപോലെ മരച്ചീനി, ടപ്പിയോക്ക, ബനാന, വാഴ കൃഷികൾ, പച്ചക്കറികൾ തുടങ്ങിയവയാണ് പ്രധാനമായിട്ടും ഇൻഷുർ ചെയ്യപ്പെടുന്നത്. ഇതിൽ CSC വഴി ചെയ്യുന്നതാണ് കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഹോം പേജിൽ വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഫാർമേഴ്സ് കോർണർ എന്ന് കാണാം. അവിടെ എൻറോൾ നൗ എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുവാൻ സാധിക്കുന്നത്. തുടർന്ന് ഇങ്ങനെയൊരു പേജ് എത്തിച്ചേരും. ഇവിടെ ഗസ്റ്റ് ഫാർമർ വഴിയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. ലോഗിൻ ഫോർ ഫാർമർ എന്നത് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്ത് OTP കൊടുത്ത് മുന്നോട്ട് പോകുന്നതിനാണ് ആ ലിങ്ക് ഉപയോഗിക്കേണ്ടുന്നത്. ഇവിടെ ഗസ്റ്റ് ഫാർമറിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. തുടർന്ന് വരുന്ന പേജിൽ ഫാർമറുടെ ഫുൾ നെയിം കൊടുക്കണം. ആദ്യം ക്യാപിറ്റൽ ലെറ്ററും തുടർന്ന് സ്മോൾ ലെറ്ററും ഓട്ടോമാറ്റിക് വന്നുകൊള്ളും. അതിനുശേഷം പാസ്ബുക്കിലെ ഫാർമറുടെ പേര് കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം റിലേഷൻഷിപ്പ്, സൺ ഓഫ്, ഡോട്ടർ ഓഫ് ഏതാണെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ വിശദീകരണം വലത് സൈഡിൽ കൊടുത്തതിന് ശേഷം ഫാർമറുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. അത് ഉപയോഗിച്ചാണ് വീണ്ടും നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ വരുന്ന OTP കൊടുത്താണ് ലോഗിൻ ചെയ്യുന്നത്. കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം വെരിഫൈയിൽ പ്രസ് ചെയ്ത് അതിലേക്ക് വരുന്ന OTP കൊടുത്ത് ക്യാപ്ച കോഡും കൊടുത്ത് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം ഫാർമറുടെ ഏജ് കൊടുക്കുക. കാറ്റഗറി OBC, ജനറൽ, SC, ST ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. ജെൻഡർ കൊടുക്കുക. അതുപോലെ ഫാർമർ ടൈപ്പ് എന്നുള്ളത് സ്മോൾ, മാർജിനൽ, അതേഴ്സ് ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. അനുയോജ്യമായത് കൊടുക്കുക. അതിനുശേഷം ഫാർമർ കാറ്റഗറി എന്നുള്ളിടത്ത്
ഓണർ, ടെനൻറ്റ്, ഷെയർ ക്രോപ്സ് എന്നീ 3 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ടെനൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ടെനൻറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള കോളം പിന്നീട് വരും. ഷെയർ ക്രോപ്പർ എന്നാണെങ്കിൽ അത് കൊടുക്കാം. ഞാനിവിടെ ഓണർ കൊടുക്കുകയാണ്. പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരൊക്കെ ടെനൻറ്റ് കൊടുക്കാവുന്നതാണ്. തുടർന്ന് സ്റ്റേറ്റ് കേരള കൊടുത്ത് ഡിസ്ട്രിക്റ്റും സബ് ഡിസ്ട്രിക്റ്റ് താലൂക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കണം. അതിനുശേഷം റിസൈഡിങ് വില്ലേജ്, ടൗൺ എന്നുള്ളത് അത് തിരഞ്ഞെടുത്ത് കൊടുക്കണം. തുടർന്ന് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. കറക്റ്റായിട്ടുള്ള അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് പിൻകോഡ് കറക്റ്റായിട്ടുള്ളത് കൊടുക്കണം. ഇത്രയും കൊടുത്ത ശേഷം പിന്നീട് നമ്മൾ കൊടുക്കേണ്ടുന്നത് ID ടൈപ്പ് എന്നുള്ളിടത്ത് UID മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ UID എന്നുള്ളിടത്ത് തിരഞ്ഞെടുത്തതിന് ശേഷം കർഷകൻ്റെ, അപേക്ഷിക്കുന്ന ആളിൻ്റെ ആധാർ നമ്പർ 12 ഡിജിറ്റുള്ള ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ അഗ്രിസ്റ്റാക്ക് ഫാർമർ IDയുടെ ഒരു വിഷയം വരുന്നുണ്ട്. ഇവിടെ ആധാർ നമ്പർ കൊടുത്ത് വെരിഫൈയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് വെരിഫൈ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വെരിഫൈഡ് എന്ന് കാണിക്കും. ഇവിടെ അഗ്രിസ്റ്റാക്ക് ഫാർമർ ID വരുന്നത് ഈ ഒരു ആധാറും മൊബൈൽ നമ്പരും ഉപയോഗിച്ച് അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ID ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഇതിലേക്കും ഫെച്ച് ചെയ്ത് വരും എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്ത് ഫാർമർ ID ആയവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആധാർ സീഡായി സക്സസ് എന്ന് വന്നിട്ടുണ്ട്. അടുത്തത് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടുന്നത്. ഡു യു ഹാവ് IFSC എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് കൊടുത്തിട്ട് IFSC ടൈപ്പ് ചെയ്ത് കൊടുത്ത് വെരിഫൈ കൊടുത്താൽ ബ്രാഞ്ചിൻ്റെ പേരും ബാങ്കിൻ്റെ പേരും ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലായി വരും. അല്ല, നോ കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്യണം. പിന്നീട് അക്കൗണ്ട് നമ്പർ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൃത്യമായിട്ട് കൊടുക്കുകയും വേണം. ഞാനിവിടെ ഇവയെല്ലാം ശരിയായി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരെ താഴേക്ക് വരികയാണ്. അവിടെ നമുക്ക് ക്യാപ്ച കോഡുകൾ കാണാം. എന്താണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ സെയിം തൊട്ട് താഴെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ക്രിയേറ്റ് യൂസർ എന്നുള്ള ലിങ്കിൽ ടാബിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ പാസ്ബുക്ക് നെയിമും അഡ്രസ്സും ശരിയായിട്ട് കൊടുത്തിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇവ രണ്ടും ശരിയായി ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വന്ന് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. മുകളിൽ റെസിഡൻഷ്യൽ ഡീറ്റെയിൽസിന് താഴെ നോമിനി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള എസ് കൊടുത്ത് കൊടുക്കാനുള്ള കോളമുണ്ട്. നിർബന്ധമില്ല, ഞാനത് കൊടുത്തിട്ടില്ല. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്താൽ ബാങ്ക് ഡീറ്റെയിൽസ് ആഡായി വരുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഇടത് സൈഡിലായിട്ട് ഒരു റൗണ്ട് ഉണ്ട്. ആ റൗണ്ട് എനേബിൾ ചെയ്യണം. തൊട്ട് താഴെ നമുക്ക് ആഡ് ന്യൂ ബാങ്ക് എന്ന് വീണ്ടും കാണാം. പുതിയ ബാങ്ക് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ താഴേക്ക് വന്ന് വീണ്ടും നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇടത് സൈഡിൽ ബാക്ക് കൊടുത്ത് വേണമെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്ത് വരാം. ഞാൻ നെക്സ്റ്റ് കൊടുത്ത് അടുത്ത സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ക്രോപ്പ് ഡീറ്റെയിൽസ് ആണ് ഇനി നമ്മൾ കൊടുക്കേണ്ടുന്നത്. തുടർന്ന് വരുന്ന പേജിൽ നമുക്ക് സ്റ്റേറ്റ് കേരള അവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് കൊടുക്കാം. അതിനുശേഷം സ്കീം എന്നുള്ളിടത്ത് വെതർ ബേസ്ഡ് ക്രോപ്പ് ഇൻഷുറൻസ് സ്കീം എന്ന് കാണാം. അത് മാത്രമേ ഉള്ളൂ. ഫസൽ ബീമ യോജന അവിടെ ഇല്ലെന്ന് നമുക്ക് കാണാം. അതിനുശേഷം സീസൺ എന്നുള്ളിടത്ത് ഖാരിഫ് മാത്രമേ ഉള്ളൂ. ഇവിടെ റാബി ഉണ്ടെങ്കിൽ റാബിയാണ് വരുന്നതെങ്കിൽ റാബി കൊടുക്കാം. അതിനുശേഷം ഇയർ എന്നുള്ളിടത്ത് 2026 കൊടുക്കാം. ഇവിടെ സ്കീമും സീസണും ഇയറും ഒക്കെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. അത് നമ്മൾ എന്താണോ വരുന്നത് അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാകും. അടുത്തത് ലാൻഡ് ഡീറ്റെയിൽസ് താഴെ നേരത്തെ കൊടുത്തതിന് അടിസ്ഥാനമാക്കി അവിടെ വന്ന് കിടപ്പുണ്ട്. അതിൻ്റെ ഇടത് സൈഡിലുള്ള റൗണ്ടിൽ എനേബിൾ ചെയ്താൽ മതി. താഴെ ആഡ് ന്യൂ ലാൻഡ് എന്നുള്ളിടത്ത് പ്രസ് ചെയ്ത് കൂടുതൽ ലാൻഡ് ഉണ്ടെങ്കിൽ അത് ലാൻഡ് ആഡ് ചെയ്യാം. അബദ്ധത്തിൽ അവിടെ പ്രസ് ചെയ്ത് കൊടുത്താലും ലാൻഡ് കൊടുക്കാനില്ലെങ്കിൽ അവിടെ ഷോ ലിസ്റ്റ് എന്ന് കാണാം. അവിടെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പൂർവ്വസ്ഥിതിയിലാകുന്നതുമാണ്. താഴെ ക്രോപ്പ് ഡീറ്റെയിൽസ് കൊടുക്കണം. മിക്സ് ക്രോപ്പിംഗ് ആണെങ്കിൽ ഒന്നിലധികം വിളകളുണ്ടെങ്കിൽ എസ് കൊടുക്കണം. ഒരു വിളയെ ഉണ്ടെങ്കിൽ നോ കൊടുത്തിട്ട് താഴെ ആ ക്രോപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ക്രോപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നിങ്ങളുടെ ക്രോപ്പ് ഏതാണെന്ന് വെച്ചാൽ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. നെല്ലാണെങ്കിൽ പാഡി കൊടുക്കണം. അങ്ങനെ വിള തിരഞ്ഞെടുത്തതിന് ശേഷം തൊട്ട് താഴെ സോവിങ് ഡേറ്റ് ആണ് കൊടുക്കേണ്ടുന്നത്. വിതച്ച ഡേറ്റ് ആണ് കൊടുക്കേണ്ടത്. അത് കറക്റ്റായിട്ട് കൊടുക്കണം. എന്തെങ്കിലും നാശം വന്നു കഴിഞ്ഞാൽ ഇതിനെ അടിസ്ഥാനമാക്കിയാണ് അവർ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സോവിങ് ഡേറ്റ് കറക്റ്റായിട്ട് കൊടുക്കണം. അതിനുശേഷം തൊട്ട് താഴെ സർവേ നമ്പറാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം കസ്ര നമ്പർ എന്ന് പറഞ്ഞാൽ തണ്ടപ്പേർ നമ്പറാണ്. കരമെടുക്ക് രസീതിലുണ്ടാകും. അത് അതേപോലെ കൊടുക്കണം. അടുത്തത് ഇൻഷുർഡ് ഏരിയ, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് പ്രീമിയം വരുന്നത്. ഹെക്ടർ അടിസ്ഥാനത്തിലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഏരിയ കൊടുക്കേണ്ടുന്നത്. ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ 0.40 ഹെക്ടറാണ്. 20
50 സെൻറ്റ് ആണെങ്കിൽ 0.20 കൊടുക്കണം. അതേപോലെ 25 സെൻറ്റ് ആണെങ്കിൽ 0.10 കൊടുക്കണം. അതനുസരിച്ച് അത് എത്ര കൊടുക്കുന്നോ അതിനനുസരിച്ച് താഴെ പ്രീമിയം വരുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ ആഡ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തുടർന്ന് താഴെ അത് ലിസ്റ്റായി വരുന്നതും കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ടോട്ടൽ ഇൻഷുറൻസ് എത്രയാണെന്നും പ്രീമിയം റേറ്റ് എത്രയാണെന്നും ഫാർമർ ഷെയർ എത്ര രൂപ അടയ്ക്കണമെന്ന് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ പ്രീമിയം എത്രയാണെന്നും കാണിച്ചിട്ടുണ്ട്. തുടർന്ന് അവിടെ ആഡ് കൊടുക്കണം. ആഡ് ചെയ്ത് കൊടുത്താൽ താഴെ അത് ലിസ്റ്റായി വരുന്നതും നമുക്ക് കാണാം. അതിനുശേഷം താഴേക്ക് വന്നതിന് ശേഷം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഇതാണ്. ആദ്യം നമ്മൾ പാസ്ബുക്കാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. JPGയോ PDF ഫോർമാറ്റിലുള്ളതോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. 1 MB താഴെയുള്ള ഫയൽ സൈസൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് കർഷകൻ്റെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ചൂസ് ഫയലിൽ പ്രസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അതിനോട് ചേർന്ന് അപ്ലോഡ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്താൽ അത് അപ്ലോഡായി വരുന്നതും നമുക്ക് കാണാം. അതിനുശേഷം ലാൻഡ് റെക്കോർഡാണ്. ലാൻഡ് ടാക്സ് അടച്ച റെസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. ഒന്നിലധികം ലാൻഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്രസ് ചെയ്ത് ഒറ്റ ഫയലാക്കി PDF ഫയലാക്കി ഒന്നിലധികം ലാൻഡ് ടാക്സ് റെസിപ്റ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനും സാധിക്കും. അടുത്തത് സോവിങ് സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ ആവശ്യമില്ല. ഇപ്പോൾ അത് ഇവിടെ നമുക്ക് കേരളത്തിൽ അത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ ടെനൻറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അത് വാടകക്കാർക്കുള്ളതാണ്. അത് ആദ്യം തന്നെ അത് കൊടുത്തു വന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് വരൂ. അത് കൊടുത്തു വരുന്നവർ അതുകൂടി അപ്ലോഡ് ചെയ്യേണ്ടി വരും. തുടർന്ന് താഴെ വന്ന് നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകാവുന്നതാണ്. തുടർന്ന് വരുന്നത് പ്രിവ്യൂ പേജാണ്. നമ്മൾ കൊടുത്ത വിവരങ്ങളെല്ലാം അവിടെ ഒരു പ്രിവ്യൂ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴേക്ക് വന്ന് അവിടെ 2 ചെക്ക് ബോക്സുകളുണ്ട്. ആ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടുന്നത്. പക്ഷേ ഞാനിവിടെ പല രീതിയിൽ ഇത് സബ്മിറ്റ് കൊടുത്തു നോക്കിയപ്പോഴൊക്കെ കട്ട് ഓഫ് ഡേറ്റ് ഈസ് പാസ്ഡ് അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാത്തൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഞാൻ പല രീതിയിൽ പല പ്രാവശ്യം നോക്കിയതാണ്. ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ജൂലൈ 31 വരെ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചതെങ്കിലും ഇവിടെ ഡേറ്റ് കഴിഞ്ഞുപോയി എന്ന് പറയുകയാണ്. ചിലപ്പോൾ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നും എഴുതി കാണിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തതാണ്. ഈ നമ്പറിൽ അഗ്രിസ്റ്റാക്ക് രജിസ്ട്രേഷനൊക്കെ ഉള്ളതാണ്. പക്ഷേ ഇത് മുന്നോട്ട് പോകുന്നില്ല. നിങ്ങളിത് ചെയ്ത് നോക്കുക. കഴിയുമെങ്കിൽ മുന്നോട്ട് പോയി ഇനി അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ. നമ്മൾ നേരത്തെ കണ്ട പ്രീമിയം ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് നടത്തുക എന്നൊരു സ്റ്റെപ്പ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പിന്നീട് സ്റ്റാറ്റസ് നോക്കുവാനും ഉള്ള ലിങ്കുകളൊക്കെ ഉണ്ട്. സ്റ്റാറ്റസ് നോക്കുവാനായിട്ട് ഹോം പേജിൽ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണാം. അവിടെ പ്രസ് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്ത് നമുക്ക് സ്റ്റാറ്റസ് അറിയാം. ഇതൊരിക്കൽ രജിസ്റ്റർ ചെയ്ത് വീണ്ടും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാവുന്നതാണ്. അതും കൂടെ നോക്കാം നമുക്ക്. അതിനായിട്ട് ഹോം പേജിൽ വന്ന് ഫാർമർ കോർണർ ആക്സസിൽ അപ്ലൈ നൗ കൊടുത്ത് മുന്നോട്ട് പോയതിന് ശേഷം ഇവിടെ നമുക്ക് ലോഗിൻ ഫോർ ഫാർമർ കൊടുത്ത് നേരത്തെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ കൊടുത്ത് അതിലേക്ക് വരുന്ന OTPയും കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. തുടർന്ന് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് അപ്ലൈ ഫോർ ഇൻഷുറൻസ് എന്ന് മുകളിൽ കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ബാങ്ക് പാസ്ബുക്ക് നെയിമും അതേപോലെ കർഷകൻ്റെ അഡ്രസ്സും ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ വന്ന് നെക്സ്റ്റ് കൊടുത്ത് മുന്നോട്ട് പോയി നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യുമെൻറ്റ്സൊക്കെ ഒരിക്കൽ കൂടി അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ബാക്കി പ്രോസസ്സൊക്കെ സെയിം തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഇത് കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കുന്നോ എന്ന്. ഇനി മറ്റൊരു സീസൺ വരുമ്പോൾ ആ ഒരു അവസരത്തിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നൊരു വീഡിയോ ചെയ്യാമെന്ന പ്രതീക്ഷയോടുകൂടി നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.